നമുക്കിന്നൊരു എൻഗേജ്മെൻറ്റിന് പോയാലോ? എൻഗേജ്മെൻറ്റിന് പോകുന്നത് വെച്ചാൽ നമ്മുടെ ഒരു നൈബറിൻ്റെ, നമ്മുടെ അടുത്ത നൈബറല്ല, തൊട്ടടുത്ത നൈബറിൽ കുറച്ച് ദൂരമുള്ള ഒരു നൈബറിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നമ്മൾ പോകുന്നുണ്ട്. ഞാനും സത്തും ഡാൻസിന് പോയേക്കുമായിരുന്നു. പോയിട്ട് വന്നിട്ട് ചങ്കുറിനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. ചങ്കുറിനോട് ഒരുങ്ങി നിൽക്കാൻ വേണ്ടി ചങ്കുർ ഒരുങ്ങി നിന്നില്ല. അതുകൊണ്ട് തന്നെ ചങ്കുറിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും സത്തും കൂടെ പോയി കേട്ടോ. പോയപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാട്ടുകാരെ ഇങ്ങനെ അടുത്ത് കണ്ട് അവരോടൊക്കെ എന്തുകൊണ്ട് വിശേഷമൊക്കെ ചോദിച്ച് കുശലമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ പെണ്ണും ചെറുക്കനും അന്നേരം വന്നിട്ടില്ലായിരുന്നു. പണ്ടൊക്കെ പെണ്ണും ചെറുക്കനും സെപ്പറേറ്റ് ആയിട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ എല്ലാവരും ഏകദേശം ഒരേ സമയത്തിൽ ഒരേ വണ്ടിയിൽ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ പെണ്ണും ചെറുക്കനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെണ്ണും ചെറുക്കനെ കാണാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെ ഏകദേശം നമ്മുടെ നാട്ടുകാർ തന്നെ കേട്ടോ. പിന്നെ പയ്യൻ്റെ വീട്ടുകാർ തിരുവനന്തപുരത്തുനിന്നായിരുന്നു വരുന്നത്. അതുകൊണ്ട് അവരുടെ നേരത്തെ ഒന്ന് അകത്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പെണ്ണും ചെറുക്കനെ കണ്ടുകൊണ്ട് അവർ വെൽക്കൊക്കെ ചെയ്ത് അകത്ത് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാനുണ്ടായിരുന്നു. പ്രസൻറ്റേഷൻ മേടിച്ച വീഡിയോ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ആ പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പെണ്ണും ചെറുക്കനെയും കയറിയിട്ട് ആ ഫംഗ്ഷൻ കഴിയുന്നവരെ വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞാൻ സത്യം പ്രസൻറ്റേഷൻ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു.